ജാതിയുടെ പേരിൽ അനാചാരങ്ങൾ നിലനിന്ന കാലഘട്ടത്തിൽ അതിന്റെ ശബ്ദം ഉയർത്തിക്കൊണ്ട് കടന്നു വന്ന കുമാരൻ ആശാന്റെ സന്താലെ ഭിക്ഷുവിൽ നിന്നെടുത്ത കവിത ഭാഗമാണ് സുഹൃതഹാരങ്ങൾ. ജാതി താഴ്ന്ന ജാതിയിൽപ്പെട്ട മാതിനി ബുദ്ധ ഭിക്ഷു ജലം ചോദിച്ചപ്പോൾ ജലം കൊടുത്താൽ അയാൾ അശുദ്ധനാകുമോ എന്ന് കരുതി. വർത്തമാനകാല സമൂഹം അഭിമുഖീകരിക്കുന്ന എന്തെല്ലാം? ഞാനിവിടെ തന്നെ നിൽക്കുന്നു. പോയ വാർദ്ധക്യത്തിൽ അല്പം സ്നേഹത്തിന് വേണ്ടി കൊതിക്കുന്ന കാരുണ്യവും പരിഗണനത്തിനും ആഗ്രഹിക്കുന്ന ഒരമ്മയുടെ കഥയാണ് മാളവിക്കുട്ടിയുടെ അമ്മ എന്ന കഥയിൽ വിവരിക്കുന്നത്. അമ്മ എന്ന കഥയിൽ ഒരു കുടുംബത്തിന്റെ ഉള്ളിലും പുറത്തും കാണേണ്ട മനുഷ്യത്വത്തിന്റെ പ്രാധാന്യമാണ് പാഠത്തിൽ ഉള്ളത്. ഒരു സ്നേഹത്തിനു വേണ്ടി കൊതിക്കുന്ന ഒരു അമ്മ മനസ്സാണ് ഈ പാഠത്തിൽ നമുക്ക്. ഗുഡ് മോർണിംഗ്. ഇന്ന് എക്സാം ഡേ, ഓണം എക്സാം സ്റ്റാർട്ട് ചെയ്യാണ്. ഫസ്റ്റ് എക്സാം വന്നിട്ട് ടീക്കുട്ടിക്ക് മലയാളം, അദ്ദിക്കുട്ടന് സോഷ്യലാണ്. അപ്പോൾ സമയം ഇപ്പോൾ അത്യാവശ്യം 5:30 ആയിട്ടുണ്ട്. ഇന്നലത്തിരി ലേറ്റായി പഠിച്ചൊക്കെ കഴിഞ്ഞിട്ട് ഇതാക്കാൻ. അപ്പോൾ എഴുന്നേറ്റോളൂ, 10 days വെക്കേഷൻ വരാൻ പോവാണ്. അപ്പോൾ ഇമ്പോർട്ടൻറ്റ് ക്വസ്റ്റ്യൻസ് നിമിഷാൻ്റെ എങ്ങനെയാണ് പഠിപ്പിച്ചത്, ഏതൊക്കെ ക്വസ്റ്റ്യൻ ആൻസേഴ്സ് ഇന്ന് വരും എന്നുള്ള കാര്യങ്ങളൊക്കെ ഞാൻ പറഞ്ഞുതരാം കേട്ടോ. അദ്ദിക്കുട്ടൻ കുറച്ച് നേരത്തെ മുമ്പ് എഴുന്നേറ്റു, അവന് കുറച്ച് റിവിഷൻ ചെയ്യാനുള്ളത് കൊണ്ട്. അപ്പോൾ ടീക്കുട്ടി ഓൾറെഡി ചെയ്ത് കഴിഞ്ഞതുകൊണ്ട് ഇപ്പോൾ എഴുന്നേക്കണം കേട്ടോ. ഓൾ ദി വെരി ബെസ്റ്റ് ചിച്ചു. നല്ല ഉറക്കം കേട്ടോ. ഉറങ്ങി എഴുന്നേറ്റ് ഇപ്പോൾ ഒരു സമയം 8:30 ആ സമയമായിട്ടുണ്ട്. ബ്രേക്ക്ഫാസ്റ്റൊക്കെ കഴിച്ച് നമ്മളിനി എക്സാം, ഓണം എക്സാം സ്റ്റാർട്ടിങ് 13-ാം തീയതി സ്റ്റാർട്ട് ചെയ്യും. നിങ്ങളുടെ എക്സാംസ് ഒക്കെ കമൻറ്റ് ചെയ്യുക. ഡേറ്റ് 13-ാം തീയതി സ്റ്റാർട്ട് ചെയ്യും. 21st ഓണം സെലിബ്രേഷൻ, സ്കൂൾ ക്ലോസ്ഡ്. അപ്പോൾ നമ്മൾക്ക് ഒരു 2 ദിവസത്തെ സ്റ്റഡി റുട്ടീൻ കണ്ടാലോ? അല്ലേ? ഒരു 2 ദിവസം സ്റ്റഡി റുട്ടീൻ കാണാം. ടീക്കുട്ടിയുടെ സ്റ്റഡി റുട്ടീൻ കുറേ പേര് ചോദിച്ചിട്ടുണ്ട് ഗൈസ്. അത് നിമിഷാൻ്റെ കയ്യിലല്ല, അത് ടീക്കുട്ടിയുടെ ട്യൂഷൻ ടീച്ചറും കൂടിയിട്ടുള്ള സംഭവങ്ങളാണ്. അപ്പോൾ അദ്ദിക്കുട്ടൻ്റെ ഞാനിവിടെ പറഞ്ഞുതരാം. സയൻസാണ് നമ്മൾ എടുത്തിട്ടുള്ളത്. സയൻസ് റിവിഷൻ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. അപ്പോൾ അതിലെ ഇമ്പോർട്ടൻറ്റ് ക്വസ്റ്റ്യൻസും കാര്യങ്ങളൊക്കെ വെച്ച് ഞാൻ കാണിച്ചു തരാം. ഓക്കെ, ടീക്കുട്ടിയുടെ ട്യൂഷൻ ടീച്ചർ വന്നു കഴിഞ്ഞ് കഴിഞ്ഞാൽ നോട്ട്സൊക്കെ എടുത്തിട്ട് പോട്ടെ, എന്താ പഠിച്ചിട്ടുള്ളതെന്ന് കാണാൻ. ഓക്കെ, അപ്പോൾ ഞാൻ അദ്ദിക്കുട്ടനെ പഠിപ്പിക്കട്ടെ. അയ്യോ ബായ് ചിച്ചു ഇരിച്ചു. ഓക്കെ, ഫസ്റ്റ് ചാപ്റ്റർ തന്നെ അവൻ്റെ എന്തായിരുന്നു ചാപ്റ്ററിൻ്റെ പേരെന്താ? പിന്നെ വേൾഡ് ഓഫ് സയൻസ്. അപ്പോൾ അതിലെ ഇമ്പോർട്ടൻറ്റ് ക്വസ്റ്റ്യൻസ് നിമിഷാൻ്റെ എന്നും പറയുന്ന പോലെ മക്കളെ ഒരു നോട്ട്ബുക്സ് എടുക്കുക. അതിൽ ഇമ്പോർട്ടൻറ്റ് ക്വസ്റ്റ്യൻസ് പോയിന്റ്സ് ഒക്കെ ഒന്ന് ജസ്റ്റ് ആക്കി വയ്ക്കുക. ഞാനുണ്ടോ ഈ പറയുന്ന ഈ ബൾബ്, സൈക്കിൾ റിപ്പയർ, പെൻ നോട്ട് വർക്കിംഗ്, ഇതൊക്കെ ഉണ്ട്. ഇത് നോക്കിയോ, എക്സാമിനെതിരെ ഏതെങ്കിലും ഒരെണ്ണം വരും. ഞാൻ കാണിച്ചു തരാം. ഈ വീഡിയോ നമുക്ക് ഷൂട്ട് ചെയ്ത് വെക്കാം കേട്ടോ. ഇതിപ്പോൾ സാറ്റർഡേ ആണ്. അപ്പോൾ ഇതിൻ്റെ എക്സാം വ്യാഴാഴ്ചയാണ് വരുന്നത്. നമുക്ക് ക്വസ്റ്റ്യൻ പേപ്പറിൽ നോക്കാം. മമ്മ പറഞ്ഞു തന്നാൽ ഈ ബുക്സിൽ വല്ല ക്വസ്റ്റ്യൻസ് വരുന്നുണ്ടോയെന്ന് കേട്ടോ. ഓക്കെ, റെഡി അല്ലേ? അപ്പോൾ സയൻറ്റിഫിക് മെത്തേഡ്സ് ആണ്. 5 points ആണ് ഓരോരോ സംഭവങ്ങൾ. അതായത് പെന്നിൽ ഇങ്ക് കഴിഞ്ഞാൽ എന്താ ചെയ്യുക, അതുപോലെ തന്നെ ബൾബ് റിപ്പയർ ആയാൽ എന്താ ചെയ്യുക. അപ്പോൾ അതിന് 5 steps ആണ്. 5 steps ഫസ്റ്റ് പറയൂ. ഒബ്സർവേഷൻ ക്വസ്റ്റ്യൻസ്, ഹൈപ്പോതെസിസ്. അത് പറയണ്ട. എക്സ്പെരിമെന്റ്, അനലൈസിങ്. ഓക്കെ ഫൈൻ. എന്ത് കാര്യം ഈ 5 രീതിയിലൂടെ ചെയ്യാം മക്കളെ. ഇതിന്ന് 4 ക്വസ്റ്റ്യനിൽ ഷുവർ ആയിട്ട് ഏതെങ്കിലും ഒരെണ്ണം വരും. ഒരു ക്വസ്റ്റ്യൻ ബൾബ് എന്തുകൊണ്ടാണ് വർക്ക് ആവാത്തത്, രണ്ടാമത്തെ ക്വസ്റ്റ്യൻ സൈക്കിൾ റിപ്പയർ ചെയ്ത് എങ്ങനെയാണ്, അതുപോലെ തന്നെ പെൻ നോട്ട് വർക്കിംഗ് എങ്ങനെയാണ്, അതുപോലെ തന്നെ കുക്കറിൽ നമ്മൾ പരിപ്പിട്ട് കഴിഞ്ഞ് കഴിഞ്ഞാൽ അത് ലീക്കായി പോകുന്നത് എന്തുകൊണ്ടാണ്. അപ്പോൾ ഇതിൽ ഏതെങ്കിലും ഒരെണ്ണം വരും. ഉറപ്പ്? യെസ്. അടി. പച്ച കഴിഞ്ഞ ഞാനിങ്ങനെ ഇറിറ്റേറ്റ് ചെയ്തുകൊണ്ടിരിക്കും കേട്ടോ. അപ്പോൾ അതെ, ഇത് കണ്ടോ, ഇതൊക്കെ മോഡൽ ക്വസ്റ്റ്യൻ പേപ്പറാണ്. ഇതുണ്ടോ, പുതിയ സംഭവങ്ങളാട്ടോ. ഇതൊക്കെ 3 മാർക്കിനാണ്. അല്ല, ഇതൊക്കെ 1 മാർക്കിനാണ് കേട്ടോ. 1 മാർക്കല്ല, എല്ലാം 1 മാർക്കാണ് മക്കളെ. എനിക്ക് പേടിയായിട്ട് വയ്യ. ഇതിന് സെക്ഷൻ 2 ഇതുപോലെ വരും. പുതിയതായതുകൊണ്ട് ടീച്ചേഴ്സ് തന്നെ നമുക്ക് അയച്ചു തന്നിട്ട് വളരെ ഹെൽപ്ഫുള്ളാണ്. ഇനി അടുത്തത് കഥയൊക്കെ ഉണ്ട് കേട്ടോ. ഇമാജിൻ യു ആർ ഡിസൈനിങ് എ സ്മോൾ ഗാർഡൻ. നമ്മൾ മറ്റേ പഠിച്ചില്ലേ, ബൾബ് അങ്ങനത്തെ സംഭവങ്ങളില്ലേ, അതൊക്കെ ഇവിടെ അപ്ലൈ ചെയ്യണം കേട്ടോ. ഈ ഒരു സാധനം ഇങ്ങനെ പഠിച്ചുകൊണ്ടിരിക്കുമ്പോൾ ഈ കയ്യിൽ ആ സാധനം കാണിച്ച് ഒരു റബ്ബർ ഉണ്ടാവും ഗൈസ്. എന്നിട്ട് അതിനതെ ഈ ഒരു സാധനത്തിൻ്റെ മേലോട്ടും താഴോട്ടും ഇടും. ഇത് നിമിഷാൻ്റെ വീട്ടിൽ മാത്രമാണ് കണ്ടോ, കയ്യിലൊരു ബോളും ഉണ്ടാവും. നിങ്ങളുടെ വീട്ടിലൊക്കെ എല്ലാവരും ഇങ്ങനെയാണ്. അമ്മമാരുണ്ടെങ്കിൽ എനിക്കൊന്ന് കമൻറ്റ് ചെയ്യണ്ടോ, കയ്യിൽ എന്തെങ്കിലും ഒരു സാധനം വെച്ചിട്ട്
ഇങ്ങനെ ആക്കിക്കൊണ്ടേയിരിക്കും. ഇതുപോലെ ആരെങ്കിലും ചെയ്യുന്നുണ്ടെങ്കിൽ ഒന്ന് കമൻറ്റിന്. എത്ര നമ്മൾ ഒളിപ്പിച്ച് വെച്ചാലും കാര്യമില്ല. കണ്ടോ, ഒരു ക്വസ്റ്റ്യൻ ആൻസർ പറഞ്ഞു കഴിഞ്ഞാൽ ദേ ഇതുപോലെ കളിക്കും. അപ്പം ഇന്ന് ഫസ്റ്റ് എക്സാം ആദ്യക്കുട്ടൻ്റെ സോഷ്യലാണ്. അപ്പോൾ അതേ പഠിച്ച് കഴിഞ്ഞിട്ട് ഒരു ഒന്നാമത്തെ റിവിഷൻ കഴിഞ്ഞിട്ടിരിക്കുകയാണ് ഞങ്ങൾ. ഓക്കെ, ഇങ്ങനെ ബോളിൽ കളിക്കണം. അപ്പോൾ ഇതിൽ ഇമ്പോർട്ടൻറ്റ് ക്വസ്റ്റ്യൻസ് ഞാൻ പറഞ്ഞുതരാം. ഇതിൽ നമുക്ക് ക്വസ്റ്റ്യൻ പേപ്പർ കിട്ടുമ്പോൾ എന്തായാലും നമുക്ക് നോക്കണം എന്നത്തെയും പോലെ. അപ്പോൾ സോഷ്യലിലെ ഫുൾ ടെക്സ്റ്റ് എന്നാണ് വരുന്നത്. അപ്പോൾ നമ്മുടെ ടെക്സ്റ്റിലെ ഇമ്പോർട്ടൻറ്റ് പോയിന്റ്സ് ഉണ്ടോ, ഈ 4 ജിയോളജിസ്റ്റ്, അതുപോലെ തന്നെ എന്താണ് ആന്ത്രോപോളജിസ്റ്റ്, ആർക്കിയോളജിസ്റ്റ്, അങ്ങനെയുണ്ട്. അപ്പോൾ ഇതൊക്കെ നമുക്ക് 1 വേർഡ് ആയിട്ട് ചോദിക്കാൻ ചാൻസ് ഉണ്ട്. അപ്പോൾ അതെല്ലാം ഞാൻ ഇവിടെ നോട്ട്ബുക്കിൽ ഇതുപോലെ എഴുതി വെച്ചിട്ടുണ്ട്. അപ്പോൾ ഇതിൽ ഏതെങ്കിലും ഒരെണ്ണം വരും, നമുക്ക് ക്വസ്റ്റ്യൻ പേപ്പറിൽ നോക്കാം കേട്ടോ. ഇവിടെ ആദ്യക്കുട്ടൻ ഇവിടെ ഇരുന്നും എനിക്ക് ബോളും മിസ് ഇങ്ങനെയൊക്കെ നിങ്ങളുടെ കുട്ടികൾ കാണിക്കാറുണ്ട്. എനിക്ക് കാണിക്കും ഉറപ്പാ. ഞാൻ എന്ത് ചെയ്യുന്നറില്ല. അവിടെ ട്യൂഷന് പഠിച്ചുകൊണ്ടിരിക്കുക. ഇവിടെ ഇവനിങ്ങനെ ബോൾ കളയാ. ഞാനിങ്ങനെ ഇമ്പോർട്ടൻസ് ഇപ്പോൾ ഏതുവരെ ഇമ്പോർട്ടൻസ് ആയി എന്ന് വെച്ച് കഴിഞ്ഞാൽ അത്യാവശ്യം ഞാൻ പോയിന്റ്സ് ഒക്കെ നിമിഷം എൻ്റെ ഹാൻഡ് റൈറ്റിംഗ് ചിലപ്പോൾ ഞാൻ സ്പീഡിൽ ചെയ്തുകൊണ്ട് ചിലപ്പോൾ നിങ്ങൾക്കൊന്നും അറിയില്ല. എന്നാലും ഞാൻ പറഞ്ഞിരുന്നുണ്ടോ, ഇപ്പോൾ ബുദ്ധിസം ആണെന്ന് പറഞ്ഞാൽ ബുദ്ധിസം എവിടെയാണ്, ബുദ്ധ എവിടെയാണ് ജനിച്ചത്, അതുപോലെ തന്നെ വേദ, സിദ്ധാർത്ഥ ഗൗതം ബുദ്ധ, പിന്നെ ജൈനിസം സമയത്ത് ആരാണ് അവിടെ ഉണ്ടായിരുന്ന പ്രിൻസ്, പിന്നെ വേദ എന്ന് പറഞ്ഞാൽ എത്ര ഏൻഷ്യൻ വേദ എന്താണ് അത് കൂട്ടാ? വെരി ഗുഡ്. അപ്പോൾ വേദ ഏൻഷ്യൻ ടെസ്റ്റ് ആണ്. പിന്നെ അതുപോലെ തന്നെ ഉപനിഷത്ത് എന്ന് പറഞ്ഞാൽ എന്താണ്, പിന്നെ സ്റ്റഡി അബൌട്ട് ഹ്യൂമാനിറ്റീസിന് എന്താ പറയുക. അപ്പോൾ ഇതൊക്കെ നിങ്ങൾക്ക് യൂസ്ഫുൾ ആയിക്കോട്ടെ എന്ന് പറഞ്ഞിട്ട് കേട്ടോ. ഇന്നിപ്പോൾ സോഷ്യലാണ്. ഇത് നിമിഷൻ്റെ മറ്റേ ഇംഗ്ലീഷൊക്കെ എഴുതി വെച്ചിട്ടുണ്ട്. അത് ഞാൻ ഇംഗ്ലീഷ് എക്സാം സമയത്ത് കാണിക്കാം കേട്ടോ. ഇതേതായിരുന്നു ടൈം ലൈൻ? ഓക്കെ ഫൈൻ. പിന്നത്തെ ബുക്സ് ഇതേതാ? ഇത് ഞാൻ ഇമ്പോർട്ടൻസ് എഴുതി വെച്ചിട്ടില്ല, ആവുന്നതേ ഉള്ളൂ. ഇത് മാത്സ്, അതൊക്കെ പിന്നെ കാണിച്ചു തരാം. ഗുഡ് മോർണിംഗ്. അപ്പോൾ ഇന്ന് ഫസ്റ്റ് ഓണം എക്സാം സ്റ്റാർട്ട് ചെയ്തിരിക്കുകയാണ്. ഏതാ ഫസ്റ്റ് എക്സാം? മലയാളം. ഓക്കെ, അപ്പോൾ നിങ്ങളുടെയൊക്കെ ഫസ്റ്റ് എക്സാം കമൻറ്റ് ചെയ്യുക. അദ്യക്കുട്ടന് ഇന്ന് സോഷ്യലാണ്. അപ്പോൾ മലയാളം ഇതൊക്കെയാണ് ഉള്ളത്. എത്ര ചാപ്റ്റർ ഉണ്ട് പറഞ്ഞാൽ? 3 ചാപ്റ്റർ. അപ്പോൾ അതേ 3 ചാപ്റ്റർ ഉണ്ട് മലയാളം. മക്കളെ നിങ്ങളൊക്കെ പഠിച്ച് കഴിഞ്ഞോ? 40 മാർക്കിനാണ് കേട്ടോ. പിന്നെ കുറേ പേര് ചോദിച്ചു കുട്ടി CBSE ആണോന്ന്. CBSE സിലബസ് ആണ്. ക്വസ്റ്റ്യൻ ആൻസർ ഒന്നുമല്ല, ഞാൻ എതിർലിംഗോ ചോദിക്കുന്നത്. നീജൻ. ദൈവമേ, നീജൻ. ടിയ അപ്പോൾ നമുക്കൊരു ക്വസ്റ്റ്യൻ ആൻസർ ചോദിക്കാം. ഭിക്ഷു ദാഹജലം ചോദിച്ചപ്പോൾ മാതങ്കി അമ്പരന്നതിൻ്റെ കാരണം എന്താവും? ജാതിയുടെ പേരിൽ അനാചാരങ്ങൾ നിലനിന്ന കാലഘട്ടത്തിൽ അതിൻ്റെ ശബ്ദം ഉയർത്തിക്കൊണ്ട് കടന്നു വന്ന കുമാരനാശാന്റെ ചന്താലെ ഭിക്ഷുവിൽ നിന്നെടുത്ത കവിത ഭാഗമാണ് സുഹൃതഹാരങ്ങൾ. ബാക്കി മമ്മ നോക്കട്ടെ. താഴ്ന്ന ജാതിയിൽപ്പെട്ട മാതങ്കി ബുദ്ധ ഭിക്ഷു ജലം ചോദിച്ചപ്പോൾ ജലം കൊടുത്താൽ അയാൾ അശുദ്ധനാകുമോ എന്ന് കരുതി. പിന്നെ തനിക്ക് ലഭിക്കാൻ പോകുന്ന ശിക്ഷയെക്കുറിച്ച് ഓർത്തപ്പോഴാണ് മാതങ്കി അമ്പരുന്നത്. ഓ, അപ്പൊ പഠിച്ചിട്ടുണ്ട്. സ്പെല്ലിംഗ് മിസ്റ്റേക്ക് മാത്രം കൊട്ട ഉണ്ടാവും മക്കളെ. സ്പെല്ലിംഗ് മിസ്റ്റേക്ക് മാക്സിമം ശ്രദ്ധിക്കുക കേട്ടോ. ഇത് കണ്ടോ, ടീക്കുട്ടിയുടെ ഇതെല്ലാം ഇവർക്ക് പിന്നെ ഓപ്ഷൻസ് ഉണ്ട്, അതുകൊണ്ട് കുഴപ്പമില്ല. ഇൻട്രൊഡക്ഷൻ ഇതൊക്കെ എന്താണ്? അത് പാസേജാ? ഇത് കുറെ തന്നിട്ട് പോയത്തിന്റെ വരിയാണ്. അപ്പോൾ ഇന്ന് ഓരോ ഡേയ്സിലും നിമിഷം ചെറിയ ചെറിയ ഷോർട്ട് വീഡിയോസ് ഇടാം കേട്ടോ. എസ്പെഷ്യലി അദ്വിക്കുട്ടൻ്റെ ഉള്ള കാര്യങ്ങൾ ഇടാം കേട്ടോ. ഇതെങ്ങനെ ഉത്തരം എഴുതുക? ഇതറിയോ നിനക്ക്? വർത്തമാനകാല സമൂഹം അഭിമുഖീകരിക്കുന്ന എന്തെല്ലാം? ഞാനിവിടെ തന്നെ നിൽക്കുന്നുണ്ട്. പോയ വാർദ്ധക്യത്തിൽ അല്പം സ്നേഹത്തിനു വേണ്ടി കൊതിക്കുന്ന കാരുണ്യവും പരിഗണനത്തിനും ആഗ്രഹിക്കുന്ന രമയുടെ കഥയാണ് മാധവിക്കുട്ടിയുടെ അമ്മ എന്ന കഥയിൽ വിവരിക്കുന്നത്. അമ്മ എന്ന കഥയിൽ ഒരു കുടുംബത്തിന്റെ ഉള്ളിലും പുറത്തും കാണേണ്ട മനുഷ്യത്വത്തിന്റെ പ്രാധാന്യമാണ് പാഠത്തിൽ ഉള്ളത്. ഒരു ഒരു സ്നേഹത്തിനു വേണ്ടി കൊതിക്കുന്ന ഒരു അമ്മ മനസ്സാണ് ഈ പാഠത്തിൽ നമുക്ക് കാണാൻ പറ്റുന്നത്, ഈ കഥയിൽ. ഓ ഗുഡ് ഗുഡ് ഗുഡ്. മതി 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 പഠിച്ചിട്ടുണ്ടല്ലോ, അത് മതി. ജസ്റ്റ് ചോദിച്ചു എന്ന് മാത്രം. ഇന്നലെ കുട്ടിയും ട്യൂഷൻ ടീച്ചറും കൂടി അടിപിടിയായിരുന്നു സ്പെല്ലിംഗ് മിസ്റ്റേക്ക്. ഞാൻ ഓക്കെ, അപ്പോൾ ഇതൊക്കെ അറിയുന്നതാണ്. അപ്പോൾ കുട്ടിക്ക് ഇതിൽ ഷുവറാണ്. ഇപ്പം ഇന്ന് വരുമ്പോൾ ക്വസ്റ്റ്യൻ പേപ്പറിൽ കാണുന്ന ഉറപ്പുള്ള 2 ക്വസ്റ്റ്യൻ ആൻസർ പറഞ്ഞ് നമുക്ക് അതാണ് ഇന്ന് നമ്മളുടെ ചെയ്യുന്നത്. ആദ്യ കുട്ടീനെ നിങ്ങൾക്കെല്ലാം കാണുമെന്ന് വിചാരിച്ചു.
അപ്പോൾ ഇത് ക്വസ്റ്റ്യനിൽ വരുന്നതാണ്. ഓക്കെ, അപ്പോൾ എല്ലാവരും നോക്കിക്കോളും. അന്നേരം മുതൽ ഈ ഒരു ക്വസ്റ്റ്യനും എക്സാം പേപ്പറിൽ വരും. പിന്നെ ഏതാണ്? പിന്നെ ഇത് എന്താണ്? കളിയിലൂടെ എന്ന പാഠഭാഗത്തിന്റെ പ്രധാന ആശയം ഓക്കെ, അപ്പൊ ഈ 2 ക്വസ്റ്റ്യൻ ആണ് ഇമ്പോർട്ടന്റ് വരും എന്നുള്ളത് ഉറപ്പാണ്. ഓക്കെ, അപ്പോൾ ടിയെ കുട്ടിക്ക് തോന്നിയിട്ടുള്ള കുറച്ച് കാര്യങ്ങളാണ് അവളോട് പറയുന്നത് കേട്ടോ. ഇതെനിക്കറിയില്ല, പക്ഷെ ഞാൻ അദ്വിക്കുട്ടൻ്റെ ഷുവർ ക്വസ്റ്റ്യൻസ് ഞാൻ വരുന്നുള്ളത് നിമിഷാരുടെ മനസ്സിലുള്ളത് അയച്ചു തരാം ഗൈസ്. അങ്ങനെ നമ്മുടെ അദ്വിക്കുട്ടൻ റെഡിയായി. സോഷ്യലിൽ നമുക്കിന്നൊരു ചാലഞ്ച് പോലെ ചെയ്യാം ഗൈസ്. അപ്പോൾ പഠിച്ചിരിക്കുന്ന ഷുവർ ക്വസ്റ്റ്യൻസ് എല്ലാം നിമിഷാൻ്റെ എഴുതി വെച്ചിട്ടുണ്ട്. ഇന്നലെ അത് കംപ്ലീറ്റ് ചെയ്തിട്ടുള്ള ഡേറ്റ്. ഇതിലെ ഒരു 4-5 എണ്ണെങ്കിലും ഷുവർ ആയിട്ട് വരും. ഓക്കെ, പാരലൽ ഓഫ് ലാറ്റിറ്റ്യൂഡും പാരലൽ ഓഫ് ലോഞ്ചിറ്റ്യൂഡും അറിയാലോ. ഓക്കെ, ഇനി അടുത്തത് എസ്സേക്ക് മാപ്സിൽ സ്പെസിഫിക് സിമ്പിൾസ്, ഹൗ ഈ സിമ്പിൾസ് ഹെൽപ്പ് ചെയ്യുന്നത്. പാരലൽ ഓഫ് ലാറ്റിറ്റ്യൂഡും ലോഞ്ചിറ്റ്യൂഡും, 3 ടൈപ്സ് ഓഫ് മാപ്സ്, അതിൻ്റെ എക്സ്പ്ലനേഷൻ. ഓർമ്മയുണ്ടല്ലോ ചേട്ടാ? ഓക്കെ, അപ്പോൾ നിങ്ങൾക്കും കൂടി നമ്മുടെ സബ്സ്ക്രൈബേഴ്സിനും കൂടി ഉപകാരപ്പെട്ടിട്ട്. അതുപോലെ തന്നെ പിന്നെ ചന്ദ്രഗുപ്ത അദ്ദേഹത്തിൻ്റെ ഒരു എസ്സേ വരും പ്രൂവ് ചെയ്യാൻ ഇയർ വെച്ചിട്ട്. പിന്നെ ഝാൻസി റാണിയുടെ അതൊരെണ്ണം വരും. പിന്നെ ബുദ്ധിസം ജൈനിസം അത്. പിന്നെ ഹൽമ ട്രഡീഷൻ അതിനെക്കുറിച്ച് വരും. പിന്നെ ഇത് ഹൈംസ് എന്ന് പറഞ്ഞിട്ടാണ് തോന്നിട്ടോ വായിക്കാൻ. ഇതിൻ്റെ റിലേറ്റഡ് ക്വസ്റ്റ്യൻ ഫിൽ ഇൻ ദ ബ്ലാങ്ക്സിൽ ഉണ്ടാവും. അപ്പോൾ ഇത്രയും കാര്യങ്ങൾ വരും. പിന്നെ കുറച്ച് ഇമ്പോർട്ടൻസും കൂടെ നിമിഷാൻ്റെ റെഡിയാക്കി വെച്ചിട്ടുണ്ട്. അപ്പോൾ എക്സാം പേപ്പർ കിട്ടുമ്പം നമുക്ക് നോക്കാം. ക്വസ്റ്റ്യൻ പേപ്പർ കിട്ടുമ്പോൾ ഏതൊക്കെ നിമിഷാൻ്റെ റെഡിയാക്കി വെച്ചിട്ടുള്ള വന്ന ക്വസ്റ്റ്യൻസ്. ഇത് കണ്ടോ, ടൈം ലൈൻസ് ആൻഡ് സോൾവ് ഹിസ്റ്ററി. ഇതിൽ ഈ ഒരു ജിയോളജിസ്റ്റ്, ആന്ത്രോപോളജിസ്റ്റ് ഇതിലെല്ലാം വരുന്നതാണ്, ഇമ്പോർട്ടൻ്റ് ആണ്. പിന്നെ ഈ സംഭവങ്ങളെല്ലാം. ഓക്കെ, അപ്പോൾ നമുക്ക് നോക്കാം. കുട്ടി റെഡിയായിട്ട് സെറ്റായിട്ട് വന്നിട്ടുണ്ട്. ഇനി മുടി കെട്ടിക്കഴിഞ്ഞ് ഒന്ന് ഫൈനൽ ഒരു റിവിഷൻ കൂടി ചെയ്യാൻ സമയമുണ്ടെങ്കിൽ ചെയ്യും. മക്കളുടെ CBSE ഇതിൽ ഫസ്റ്റ് ടൈമാണ് ഇതുപോലത്തെ ഒരു ക്വസ്റ്റ്യൻ പേപ്പർ വരാൻ പോകുന്നത്. ടെക്സ്റ്റിൻ്റെ ഉള്ളിൽ നിന്ന് മാത്രമേ ഉള്ളൂ. പക്ഷേ ടീക്കുട്ടി ഉണ്ടല്ലോ, ചിപ്പിങ്ങോട്ടാ, ടീക്കുട്ടി ഇതിൽ അത്യാവശ്യം എക്സ്പേർട്ടാണ്. കാരണം ആദ്യം ടെക്സ്റ്റ് വായിക്കാറുണ്ട്. ഞങ്ങൾ ടെക്സ്റ്റ് വായിക്കും, പക്ഷെ എന്നാലും അതങ്ങോട്ട് വർക്കാവുന്നില്ല. അപ്പോൾ ടീക്കുട്ടിയുടെ ഉപദേശം സ്വീകരിച്ച് ഇന്ന് ഞങ്ങൾ ടെക്സ്റ്റ് വായിച്ചിട്ടുണ്ട്. മക്കളെല്ലാവരും ടെക്സ്റ്റ് വായിക്കണം, ബൈ ഹാർട്ട് ചെയ്യരുത്. എന്താ ടീക്കുട്ടി പറയാനുള്ളത്? മനസ്സിലാക്കി പഠിക്കുക, അത്ര തന്നെ. ഞങ്ങൾക്ക് അതിലിത്തിരി ഒരു പൗഡറടാ. ഇനി സ്കൂള് വിട്ട് വന്നിട്ട് നമുക്ക് ക്വസ്റ്റ്യൻ പേപ്പർ ഡിസ്കസ് ചെയ്യാം അല്ലേ? ടിയ പറഞ്ഞ ക്വസ്റ്റ്യൻസ് വന്നിട്ടുണ്ടോ അതോ മമ്മ എഴുതി തന്നിരിക്കുന്ന ക്വസ്റ്റ്യൻസ് വന്നിട്ടുണ്ടോ എന്ന് 6th അദ്വിക്കുട്ടൻ 6th ആയതുകൊണ്ട് ഏതൊക്കെ വന്നിട്ട് നോക്കാം. ഓക്കെ, നമ്മളെ എക്സാം കഴിഞ്ഞു. അപ്പോൾ അതേ മോർണിംഗ്, കാരണം ഞങ്ങൾക്ക് സമയമില്ലാത്തതുകൊണ്ട് ക്വസ്റ്റ്യൻ പേപ്പറൊക്കെ കിട്ടി. ഇന്നാണ് എങ്ങനെയുണ്ട് ടിയ പറഞ്ഞതിൽ എത്രണ്ണം വന്നു? 1 വന്നു. ടിയ ആകെ 2 പറഞ്ഞുള്ളൂ, പക്ഷെ പറഞ്ഞത് ഞങ്ങളാണ് ഗൈസ്. ടിയ പറഞ്ഞ മലയാളം ആദ്യം എടുക്കട്ടെ കേട്ടോ. ഇതാണ് ടീക്കുട്ടിയുടെ മലയാളം ക്വസ്റ്റ്യൻ പേപ്പർ. ഇത് വരുന്നു പറഞ്ഞു. അന്നേരം മുതൽ എന്തെന്നറിയാതെ ഭീതി ഒരു മണി ഈച്ചയെ പോലെ, അത് വന്നു. ഓക്കെ, റെഡി അല്ലേ? അപ്പം അത് ഒരുവിധം നന്നായി എഴുതിയോ? കുഴപ്പമില്ലല്ലോ. ഇനി അദ്വിക്കുട്ടൻ്റെ നിമിഷാൻറ്റി പറഞ്ഞ പോലെ നമ്മൾ ഷുവർ ക്വസ്റ്റ്യൻസ് എല്ലാം ഇവിടെ കൊടുത്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഇതിൽ ഷുവർ ക്വസ്റ്റ്യനിൽ പാരലൽ ഓഫ് ലാറ്റിറ്റ്യൂഡും ലോഞ്ചിറ്റ്യൂഡും വരുമെന്ന് പറഞ്ഞു. പക്ഷെ ഒരൊറ്റ എണ്ണം പോലും വന്നില്ല. പക്ഷെ രണ്ടാമത്തത്, വൈ ഡു മാപ്സ് യൂസ് സ്പെസിഫിക് സിംബൽസ്, ഇതുണ്ടോ, അത് 2 മാർക്സിന് തന്നെ. കണ്ടോ, വാട്ട് ആർ ദ കോമ്പോണൻസ് ഓഫ് മാപ്പ്, അതുപോലെ തന്നെ വൈ ഇസ് ദ ഇമ്പോർട്ടൻസ് ഓഫ് സിംബൽസ് ഓൺ മാപ്സ്. ഇതുണ്ടോ, അപ്പോൾ ഇത് തന്നെ, അപ്പോൾ ഇതുണ്ടോ, ഇതങ്ങനെ ഡിറ്റോ ആയിട്ട് തന്നെ നിമിഷാൻറ്റി പറഞ്ഞ പോലെ വന്നിട്ടുണ്ട്. ഇതുണ്ടോ, 3 ടൈപ്സ് ഓഫ് മാപ്സ്, 3 കോമ്പോണൻസ് ഓഫ് മാപ്സ്. ഫുൾ എഴുതിയില്ലേ? പേപ്പേഴ്സ് ഭയങ്കര ടഫ് തന്നെയായിരുന്നു കേട്ടോ. ഒന്നും ടെക്സ്റ്റ് ഉള്ളിനേ ഇല്ല, നോട്ടിനേ ഇല്ല, എല്ലാം പുറത്തുനിന്ന് തന്നെയായിരുന്നു. പിന്നെ നിമിഷാൻറ്റി പറഞ്ഞത് കോമ്പോണൻസ് കണ്ടോ, കോമ്പോണൻസ് ഓഫ് മാപ്പ് നിമിഷാൻറ്റി എല്ലാത്തിലും എഴുതിയിട്ടുണ്ട് കേട്ടോ. പക്ഷേ ചന്ദ്രഗുപ്ത, ഝാൻസി റാണി അതൊന്നും വന്നില്ല. ദെൻ ബുദ്ധിസം, ജൈനിസം, വേദാസ്, അത് പിന്നെ എന്തായാലും വരുന്ന ഷുവർ ക്വസ്റ്റ്യൻ ആണ്. അഹിംസ, ബുദ്ധിസം, ജൈനിസം കാണാൻ പറ്റുന്നുണ്ടോ? ജൈനിസം അത് 3 മാർക്സ് ക്വസ്റ്റ്യൻ ആയിട്ട് വന്നിട്ടുണ്ട്. പിന്നെ ഇതൊക്കെ അധികൂട്ടം വിട്ടു കേട്ടോ, കാരണം ഇത് അറിയുന്നില്ല എന്ന് പറഞ്ഞതുണ്ടോ. 18th ക്വസ്റ്റ്യൻ, ഡിസ്കസ് ദ റോൾ ഓഫ് വിമൻ ഇൻ വേദിക് സൊസൈറ്റി, അതൊന്നും അറിഞ്ഞിട്ടില്ല. അപ്പോൾ അങ്ങനെ പഠിച്ച ഷുവർ ക്വസ്റ്റ്യൻസ് പറഞ്ഞതിൽ 2-3 വന്നിട്ടുണ്ട്. ഇനി ഞാനത് ഇതൊക്കെ സോഷ്യലാട്ടോ. ഇതാണ്ടോ, വേദയിലൊന്നും അത് മറ്റേത് വന്നിട്ടേ ഇല്ല. ഉപനിഷത്ത് വന്നിട്ടുണ്ട് കണ്ടോ,
ഉപനിഷത്തിനെ കുറിച്ചിട്ട്. ഇപ്പോൾ ഷദ്വിക്കിന് അതിന് അറിയില്ലായിരുന്നു, കാരണം വലിയ ക്വസ്റ്റ്യൻ ആയിട്ടാണ് വന്നിരിക്കുന്നത്. കേട്ടോ, വാട്ട് ഡിഡ് ദ റോൾ ഓഫ് ഉപനിഷത്ത് പ്ലേസ്, അതൊന്നും അത് പഠിച്ചില്ല. ഫുള്ള് പുറത്തുനിന്ന് കേട്ടോ മക്കളെ, നന്നായി പഠിക്കാം. അപ്പോൾ അത്രയല്ലേ ടിയ. ബൈ ബൈ.